ഹലോ, ഞാൻ സംഗീത. നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്ത് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എത്ര പേർക്കറിയാം? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. മുമ്പൊക്കെ കുറെ നെഗറ്റീവ്സ് ചിന്തിച്ചു കൂട്ടി. അതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഭയങ്കര ക്രെഡിറ്റോടുകൂടി പറയുന്നുണ്ട്, കണ്ടോ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ബുക്സ് ഒക്കെ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കഥ പറയാം. 1970 കാലഘട്ടത്തിൽ ജപ്പാനിൽ കുറെ തണ്ണീർമത്തൻ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടായിരുന്നു. അപ്പൊ അവർ നന്നായി തണ്ണീർമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കുമായിരുന്നു. വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓർഗനൈസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ അവർ കുറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കാരണം ഇതിന്റെ റൗണ്ട് ഷേപ്പ് തന്നെയാണ്. ഇത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തീരുമാനിച്ചു. കുറച്ചു പേർ അതിന് ജനിതക മാറ്റം വരുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, അല്ല, ഇത് പോയിട്ട് കായാവുന്ന സമയത്ത് ഇത് സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സിലാക്കി വെക്കുമ്പോൾ അത് അതിനനുസരിച്ച് വളർന്നു വരും. ആ ഷേപ്പിനനുസരിച്ച് തണ്ണീർമത്തൻ വളർന്നു വരും. അപ്പൊ അവരെല്ലാരും കൂടി ആ വിദ്യ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ തണ്ണീർമത്തൻ പൂവിട്ട് കായ വന്ന സമയത്ത് ഇതൊരു സ്ക്വയർ ബോക്സിന്റെ അകത്ത് വെച്ചു. അപ്പൊ അത് വിളവെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആ സ്ക്വയർ ഷേപ്പിന് വളർന്നു വന്നു. അപ്പൊ അത് ഓർഗനൈസ് ചെയ്യാൻ ഈസിയായി. സ്ക്വയർ ഷേപ്പിനെന്നല്ല, ഏത് ഷേപ്പിന് വെച്ചാലും അതിനനുസരിച്ച് അത് വളർന്നു വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ അനുസരിച്ച് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ആയി വരും. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. പക്ഷെ നമ്മളത് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നോക്കൂ. ഓരോ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് നോക്കൂ. കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി നമ്മൾ വർക്ക് ചെയ്ത് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സന്തോഷവും സമാധാനം നിറഞ്ഞൊരു സുന്ദര ജീവിതം സ്വന്തമാക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.